നമസ്കാരം, ഞാൻ ശ്രുതി. നിങ്ങളെല്ലാവരും SHGയുടെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് SHGയുടെ റെഗുലർ ചെയ്താലോ? അതിനായി ആദ്യം ലോക്കോസ് ആപ്പിലെ ഹോം പേജിലെ മീറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന SHG സെലക്ട് ചെയ്യുക. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുകൃതം SHG ആണ്. അതിനുശേഷം SHGയുടെ സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ജനറേറ്റ് മീറ്റിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന ജനറേറ്റ് മീറ്റിംഗ് എന്ന പേജിൽ ലാസ്റ്റ് മീറ്റിംഗ് നമ്പർ, ലാസ്റ്റ് മീറ്റിംഗ് ഡേറ്റ്, ന്യൂ മീറ്റിംഗ് നമ്പർ എന്നിവ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. മീറ്റിംഗ് ഡേറ്റ് എന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീക്ക്ലി മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ആണ് നൽകേണ്ടത്. അതിനുശേഷം ജനറേറ്റ് ആൻഡ് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന മൈ മീറ്റിംഗ് എന്ന പേജിലെ അറ്റൻഡൻസ് എന്ന മെയിൻ ഹെഡ് സെലക്ട് ചെയ്യുക. ആ SHGയിലെ മുഴുവൻ അംഗങ്ങളുടെയും പേര് അവിടെ കാണാൻ കഴിയും. എല്ലാ അംഗത്തിനു നേരെയും ഗ്രീൻ ടിക്ക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. മീറ്റിംഗ് കൂടിയ ദിവസം വന്നവർക്ക് മാത്രം ഗ്രീൻ ടിക്ക് കൊടുക്കുക. വരാത്തവർക്ക് അവരുടെ നേരെ കാണുന്ന ഗ്രീൻ ടിക്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ആബ്സെൻ്റ് ആവും. വന്നവർക്ക് മാത്രം പ്രസൻറ്റ് നൽകി വരാത്തവർക്ക് ആബ്സെൻ്റ് നൽകി സേവ് ചെയ്യുക. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ നൽകി സേവ് ചെയ്യുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മൈ മീറ്റിംഗ് എന്ന പേജിലോട്ട് പോവുക. അടുത്ത മെയിൻ ഹെഡായ മെമ്പർ ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക. അതിലെ സബ് ഹെഡായ കമ്പൽസറി സേവിങ്സ് സെലക്ട് ചെയ്യുക. കമ്പൽസറി സേവിങ്സ് എന്ന പേജിൽ ഓരോ അംഗത്തിൻ്റെയും പേരിനു നേരെ ടുഡേ എന്നും ക്യുമുലേറ്റീവ് എന്നും കാണാൻ കഴിയും. അതിൽ ടുഡേ എന്നുള്ളത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീറ്റിംഗ് ഡേറ്റിൽ ഓരോരുത്തരുടെയും സമ്പാദ്യം ഓർ കമ്പൽസറി സേവിങ്സ് തുകയാണ് കാണിക്കേണ്ടത്. ആ ക്യുമുലേറ്റീവ് എന്നുള്ളവിടെ വരുന്നത് ഈ ട്രാൻസാക്ഷന് തൊട്ട് മുൻപ് വരെ ചെയ്ത ഓരോ അംഗത്തിൻ്റെയും ആകെ സമ്പാദ്യ തുകയാണ് വന്നിട്ടുള്ളത്. എല്ലാ അംഗങ്ങളുടെയും സേവിങ്സ് കൊടുത്ത ശേഷം സേവ് കൊടുക്കുക. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ കൊടുത്ത് സേവ് ചെയ്യുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലോട്ട് പോവുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെമ്പർ ട്രാൻസാക്ഷനിലെ തന്നെ ലോൺ റീപേയ്മെൻ്റ് ആണ്. ലോൺ റീപേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ ആർക്കൊക്കെയാണോ ലോൺ കൊടുത്തിട്ടുള്ളതായി കാണിച്ചത്, അതായത് ആന്തരിക വായ്പ, ലിങ്കേജ് ലോൺ, KSBCDC ലോൺ, അങ്ങനെ അവർ ഏതൊക്കെ ലോൺ എടുത്തിട്ടുണ്ടോ അതൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിനു നേരെ 3 ഡോട്ട് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് റെസിപ്റ്റ് എന്ന ഓപ്ഷനും ഡിലീറ്റ് മെമ്പർ എന്ന ഓപ്ഷനും കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് റെസിപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ലോൺ നമ്പർ, ഒറിജിനൽ ലോൺ എമൗണ്ട്, കറൻറ്റ് ഡ്യൂ, ടോട്ടൽ ഡ്യൂ, ടോട്ടൽ ടു റീപേ, മോഡ് ഓഫ് റെസിപ്റ്റ് എന്നീ ഓപ്ഷനുകൾ കാണാൻ കഴിയും. ഇതിനെല്ലാം താഴെയായി പേ ടോട്ടൽ ഓർ പേ പാർഷ്യൽ ഓർ മോർ എന്നീ 2 ഓപ്ഷനും കാണാൻ കഴിയും. ഇതിൽ പേ ടോട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷൻ ചെയ്യുന്ന പീരീഡിൽ EMI ഷെഡ്യൂൾ പ്രകാരമുള്ള തുകയാണ് ആ അയൽക്കൂട്ട അംഗം അടയ്ക്കുന്നതെങ്കിൽ പേ ടോട്ടൽ കൊടുക്കുക. എന്നാൽ EMI ഷെഡ്യൂൾ പ്രകാരമുള്ള തുകയല്ല റീപേയ്മെൻറ്റായി അയൽക്കൂട്ട അംഗം നൽകുന്നതെങ്കിൽ പേ പാർഷ്യൽ ഓർ മോർ നൽകി എത്രയാണോ റീപേയ്മെൻറ്റ് എമൗണ്ട് നൽകുന്നത് അത് അവിടെ കൊടുക്കുക. അതിനുശേഷം പേ നൽകി സേവ് ചെയ്യുക. ഇതുപോലെ എല്ലാ അംഗങ്ങളുടെയും ലോൺ റീപേയ്മെൻറ്റ് നൽകിയ ശേഷം സേവ് നൽകുക. പിന്നീട് ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലോട്ട് പോവുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെമ്പർ ട്രാൻസാക്ഷനിലെ തന്നെ അതർ റെസിപ്റ്റ് എന്ന ഫീൽഡാണ്. അതർ റെസിപ്റ്റ് എന്ന പേജിൽ ആ അയൽക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതർ റെസിപ്റ്റ് എന്ന സബ് ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷൻ ചെയ്യുന്ന പീരീഡിൽ അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും കമ്പൽസറി സേവിങ്സ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സേവിങ്സോ പെനാൽറ്റിയോ ഇൻവെസ്റ്റ്മെൻറ്റോ അയൽക്കൂട്ടത്തിന് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് ഈ ഫീൽഡിൽ കാണിക്കാം.
അതിനായി അതർ റെസിപ്റ്റ് ഇനത്തിൽ അയൽക്കൂട്ടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള റെസിപ്റ്റ് ലഭ്യമായിട്ടുള്ള അംഗങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് റെസിപ്റ്റ്, എഡിറ്റ്, ഡിലീറ്റ് മെമ്പർ എന്നീ 3 ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ റെസിപ്റ്റ് ആഡ് ചെയ്യാനായി ആഡ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അംഗത്തിൻ്റെ നെയിം, റെസിപ്റ്റ് ടൈപ്പ്, എമൗണ്ട്, മോഡ് ഓഫ് റെസിപ്റ്റ് എന്നീ ഫീൽഡുകൾ കാണാൻ കഴിയും. റെസിപ്റ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ, അതർ സേവിങ്സ്, കോൺട്രിബ്യൂഷൻ ബൈ മെമ്പേഴ്സ്, മെമ്പർഷിപ്പ് ഫീസ്, പെനാൽറ്റി എന്നീ ഓപ്ഷനുകൾ കാണാം. ഇതിൽ മാസവരി നൽകുന്നതിനായി അതർ സേവിങ്സിൽ കൊടുക്കാം. മെമ്പർഷിപ്പ് ഫീസ്, പെനാൽറ്റി എന്നിവയും ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. റെസിപ്റ്റ് ടൈപ്പിൽ ഇപ്പോൾ ഞാൻ പെനാൽറ്റി ചൂസ് ചെയ്യുന്നു, എമൗണ്ട് എൻ്റർ ചെയ്യുന്നു, മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷ് കൊടുത്ത ശേഷം സേവ് ചെയ്യുന്നു. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുൾ എന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ നൽകി സേവ് ചെയ്യുന്നു. അങ്ങനെ അതർ റെസിപ്റ്റ് ഇനത്തിൽ അയൽക്കൂട്ടത്തിന് അംഗങ്ങളിൽ നിന്ന് ലഭ്യമായ എല്ലാ റെസിപ്റ്റും എൻ്റർ ചെയ്ത് നൽകുക. അതർ റെസിപ്റ്റ് എന്ന ഹെഡിൽ എൻ്റർ ചെയ്ത ട്രാൻസാക്ഷനിൽ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഏതെങ്കിലും ട്രാൻസാക്ഷൻ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് നൽകുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് വരിക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്